എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതായത് കണ്ണെത്താ ദൂരത്തോളം പോസിറ്റീവ് ന്യൂസുമായിട്ടാണ് ഇന്ന് ട്രേഡിംഗ് ആരംഭിച്ചത് തന്നെ. നല്ല ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങോട് കൂടിയിട്ട് തുടങ്ങി. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെടുന്ന രൂപത്തിൽ ഒരു റേഞ്ച് ബോണ്ടിലായി ഇന്ന് ട്രേഡിംഗ് അവസാനിച്ചു. ഇന്നത്തെ ട്രേഡിംഗ് പോസിറ്റീവിലാണെങ്കിലും, അതായത് ക്ലോസ് ചെയ്തത് പോസിറ്റീവിലാണെങ്കിലും ഇൻട്രാഡേ ട്രേഡർമാരെ വളരെയധികം നിരാശയിലാക്കിയ ഒരു ദിവസമായിരുന്നു. കാരണം അത്രത്തോളം പ്രതീക്ഷയോടുകൂടിയാണ് ഇന്ന് മാർക്കറ്റിലേക്ക് ഇറങ്ങിയത്. നോക്കൂ, ഈ ഒരു റേഞ്ചിനകത്ത് ട്രേഡിംഗ് നടന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഇന്നലത്തെ വീക്ക്ലി വീഡിയോയിൽ പറഞ്ഞ രൂപത്തിൽ 8ഓളം പോയിൻ്റുകൾ പോസിറ്റീവ് ന്യൂസുകളായിരുന്നു. അതിൽ 2-3 മാത്രം US ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ നെഗറ്റീവ്സ് മാത്രമേ ഉള്ളൂ. കൺഫേം ആയിട്ട് ഇന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നെ എന്നുള്ളത് പ്രതീക്ഷിച്ചാണ്. 100-150 പോയിൻറ്റിനിടയിൽ ഓപ്പൺ പ്രതീക്ഷിച്ചതാണ്. അതിനനുസരിച്ചതാണ് നമ്മൾ ഇന്നലെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ പറഞ്ഞതും. പക്ഷേ ഇന്ന് ആ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം ഫുൾ ഒരു റേഞ്ച് ബോണ്ട് മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ വളരെയധികം നിരാശപ്പെടുത്തി. ഓക്കെ, മാർക്കറ്റ് വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കും. ഇന്ന് ലണ്ടനിൽ US ചൈന ട്രേഡിംഗ് ഡീൽ നടന്നു. അതിൻ്റെ മുന്നോടിയായി വേൾഡ് ലെവലിൽ തന്നെ ഉണ്ടായ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സും, അതുപോലെ ഇന്നലെ വന്ന US നിന്നും വന്ന ശക്തമായ ജോബ് ഡാറ്റ, US ഇന്ത്യ ട്രേഡിംഗ് ഡീൽ പുരോഗതി, അതുപോലെ തന്നെ RBIയുടെ ഭാഗത്തു നിന്നുള്ള ശക്തമായ ഇൻട്രസ്റ്റ് റേറ്റ് നടപടികൾ എന്നിവയുടെ സപ്പോർട്ടോടുകൂടി തുടർച്ചയായ 4ാം ദിവസം മാർക്കറ്റ് നിഫ്റ്റി ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു എന്ന് പറയാം. സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളം ഇൻട്രാഡേ ഹൈ ആയ 82,669 എന്ന ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം കേവലം 256 പോയിൻ്റ് പോസിറ്റീവിൽ 82,445 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ആണെങ്കിൽ കൃത്യമായും 100 പോയിൻ്റ് പോസിറ്റീവിൽ 25,103 എന്നുള്ള ഒരു ലെവലിലും ക്ലോസ് ചെയ്തു. ഇന്നലെ 25,003 ഇന്ന് രാവിലെ. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് 25,160 ഇന്ന് ഓപ്പൺ ചെയ്തത്. അവിടെ നിന്ന് ഇങ്ങോട്ട് താഴെ വന്നതിന് ശേഷം ആ ഒരു 25,160 എന്നുള്ള ലെവലിലേക്ക് നിഫ്റ്റി പോയിട്ടേ ഇല്ല എന്നുള്ളതാണ് വളരെ സങ്കടകരമായ അവസ്ഥ. ബോർഡർ മാർക്കറ്റിലേക്ക് വരുമ്പോഴും നിഫ്റ്റി മിഡ് ക്യാപ്പ് 1.13%, സ്മോൾ ക്യാപ്പ് 1.57% പോസിറ്റീവോടെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. റിയാലിറ്റി സെക്ടർ ഒഴികെയുള്ള മറ്റെല്ലാ സെക്ടറുകളും പോസിറ്റീവിലെത്തി. ബാങ്ക് ഓഫ് ഇന്ത്യ, മഹാരാഷ്ട്ര ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക് തുടങ്ങി കാനറ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിൻഡ് ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയുടെ നേട്ടങ്ങൾ മൂലം നിഫ്റ്റി PSU ബാങ്ക് 1.52% ഇന്ന് നേട്ടമുണ്ടാക്കിയത്. അതുപോലെ തന്നെ നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ്, പ്രൈവറ്റ് ബാങ്കുകൾ, IT, എനർജി എന്നിവ ഓരോന്നും ഓരോ ശതമാനത്തിലധികം പോസിറ്റീവാണ്. സെൻസെക്സിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 30 സ്റ്റോക്കുകളിൽ 23 എണ്ണവും ഇന്ന് പോസിറ്റീവിലാണ്. കോട്ടക് മഹീന്ദ്ര ബാങ്ക്, അതുപോലെ തന്നെ ബജാജ് ഫിനാൻസ്, ആക്സിസ് ബാങ്ക്, ബജാജ് ഫിൻസർവ്, ഇൻഡസിൻഡ് ബാങ്ക്, മാരുതി സുസുക്കി, പവർ ഗ്രിഡ്, NTPC, TCS എന്നിവയുടെ നേട്ടങ്ങൾ 3.2% വരെയാണ് മാർക്കറ്റിൽ പ്രകടമായത്. മറുവശത്ത് നോക്കുകയാണെങ്കിൽ എറ്റേണൽ, ICICI ബാങ്ക്, ടൈറ്റാൻ, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, അദാനി പോർട്സ്, ടാറ്റ സ്റ്റീൽ, ഭാരതി എയർടെൽ എന്നിവ 0.01% മുതൽ 1.95% വരെ നെഗറ്റീവിലുമായി ക്ലോസ് ചെയ്തു. മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റി സൂചിപ്പിക്കുന്ന ഇന്ത്യ വിക്സ് 0.43% ഉയർന്ന് 14.69 ക്ലോസ് ചെയ്തു. ജൂൺ 2nd വീക്കിലെ ആദ്യ ദിവസമായി ഇന്ന് തന്നെ മാർക്കറ്റ് ഗ്രീനിൽ ക്ലോസ് ചെയ്തു എന്ന് നമുക്ക് പറയാം. അതും വെള്ളിയാഴ്ചത്തെ ആ ഒരു റാലിയാണ് ഇന്ന് സത്യമായും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിലേക്ക് നയിച്ചത്. പക്ഷേ അതിനുശേഷം ഇന്നത്തെ പ്രകടനം വളരെ മോശമായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം ഫുള്ളി ഒരു റേഞ്ച് ബോണ്ടിൽ തന്നെയായിരുന്നു ഇന്ന് നിഫ്റ്റി. നമ്മൾ ഇന്ന് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വാച്ച് ചെയ്യാൻ പറഞ്ഞ ലെവലുകൾ പ്രകാരം നമ്മുടെ റെസിസ്റ്റൻസ് ലെവൽ 25,116, 25,120 ആ റേഞ്ചാണ്. അതിന് മുകളിൽ
ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുക്കാം എന്നാണ്. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് സംഭവിക്കുന്നതെങ്കിൽ 25,140 മുകളിൽ എൻട്രി എടുക്കാം. 25,150 മുകളിൽ, അതായത് 25,100 മുകളിലാണ് ഒരു ഓപ്പൺ ആവുന്നതെങ്കിൽ താഴെ വന്നതിന് ശേഷം തിരിച്ച് കയറുന്ന സമയത്താണ് 25,120 നമ്മൾ എൻട്രി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ കാര്യങ്ങളൊന്നും ഇന്ന് നടന്നിട്ടില്ല എന്നുള്ളതാണ് സങ്കടകരമായ അവസ്ഥ. ഇവിടെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം സ്ലൈറ്റ്ലി താഴത്തേക്ക് വന്ന് നെക്സ്റ്റ് 25,116 അല്ലെങ്കിൽ 25,120 എന്നുള്ള റേഞ്ച് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തെങ്കിലും നമ്മളിപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഒരു എൻട്രി എടുത്താലും നമുക്ക് നെക്സ്റ്റ് 25,140 ആ ഒരു റെസിസ്റ്റൻസ് കീപ്പ് ചെയ്ത് താഴത്തേക്ക് വന്നു. ഓപ്പൺ ചെയ്ത 25,160 വരെ പോയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ വീഡിയോ പ്രകാരം 25,120 ശേഷം നിങ്ങൾ ഇവിടെ നിന്ന് ട്രേഡ് എടുക്കുകയാണെങ്കിൽ 20 പോയിൻറ്റിൻ്റെ റാലിയെ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ അത് ആ സമയത്ത് ഒരു വലിയ പ്രോഫിറ്റ് ആയിരിക്കില്ല, അല്ലെങ്കിൽ പ്രീമിയം ഡിക്ക് കാരണം ലോസ് ആയിരിക്കാം. ഏതായിരുന്നാലും താഴത്തേക്ക് വന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ നമ്മുടെ ലെവലുകൾ ആക്റ്റീവായിട്ടില്ല. അതേപോലെ തന്നെ ഇന്നലെ ബാങ്ക് നിഫ്റ്റിയും സെൻസെക്സും റെക്കോർഡ് ചെയ്തു, പക്ഷേ വീഡിയോയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് ഇന്ന് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നാളെ ഏതെല്ലാം ലെവലുകളൊന്ന് വാച്ച് ചെയ്യാമെന്നുള്ളത് നോക്കാം. നമുക്ക് ആദ്യമായി ബാങ്ക് നിഫ്റ്റി തന്നെ നോക്കാവുന്നതാണ്. റെസിസ്റ്റൻസ് 57,030, 57,035 ആ റേഞ്ച് വാച്ച് ചെയ്താൽ മതി. സപ്പോർട്ട് എന്ന് പറയുന്നത് 56,700. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നാളേക്ക് നമുക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ റെസിസ്റ്റൻസ് തന്നെയാണ് 25,150 റേഞ്ചിൽ വയ്ക്കാം. 25,150. ഇതിന് മുകളിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ അപ്പ് സൈഡിലേക്ക് എൻട്രി എടുത്ത് പോകാവൂ. സപ്പോർട്ട് 25,070. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നാളെ ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. സെൻസെക്സിലേക്ക് വരുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് 82,670, സപ്പോർട്ടായിട്ട് 82,300. ഓക്കെ, അപ്പോൾ സെൻസെക്സിൽ ഈ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകളും വാച്ച് ചെയ്യാം. ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് നാളെ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നുണ്ടോ, നമുക്ക് ട്രേഡിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നുണ്ടോ എന്നുള്ളതൊന്ന് നിങ്ങൾ വാച്ച് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.